ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അലാ തറൗന അന്നീ ഊഫിൽ കൈൽ വഅന ഖൈറുൽ മുൻസിലീൻ എന്ന് വിശദീകരിച്ചു. നമുക്കിവിടെ ഈ ആയത്തിൻ്റെ ബാക്കി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കനാൻ ദേശത്ത് നിന്ന് ഈ മിസ്റിൽ വന്ന് അവർ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയാണ് അവർ വന്നത്. അങ്ങനെ വന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങളൊക്കെ ഒരുക്കി നൽകി അവരോട് നടത്തിയ ആ സംസാരം തൂനി ബി ആഖില്ലക്കും മിൻ അബീക്കും, നിങ്ങളുടെ പിതാവത്തെ സഹോദരനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ വിഷയം അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ അലാ തറൗന അന്നി ഊഫിൽ കൈൽ വഅന ഖൈറുൽ മുൻസിലീൻ, ഞാൻ നിങ്ങൾക്ക് കെയിൽ പൂർത്തിയാക്കി തരുന്നവനാണ് എന്നതും ഞാൻ നന്നായി സൽക്കരിക്കുന്ന ആതിഥേയനാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ തുടർച്ചയിൽ ഫഇല്ലം തഅ്തൂനി ബിഹി ഫലാ കൈല ലക്കും ഇൻദി വലാ തഖറബൂൻ എന്നാണ്. ഫഇല്ലം തഅ്തൂനി ബിഹി, അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിൽ, ആരെ കൊണ്ടുവന്നില്ല എങ്കിൽ, ബിനിയാമീനെ നിങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിൽ, അടുത്ത വരവിന് നിങ്ങൾ കനാൻ ദേശത്ത് നിന്ന് ഇനി ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ യൂസുഫിനെ കൊണ്ടുവന്നില്ല, അല്ല ബിനിയാമീനെ കൊണ്ടുവന്നില്ല എങ്കിൽ എന്നുള്ളതാണ് പറയുന്നത്. ആണ് ലം തഅ്തൂനി, എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, ബിഹി അദ്ദേഹത്തെ, ബിനിയാമീനെ. അവിടെ തൂനി എന്നുള്ളിടത്ത് നൂനുൽ വിഖായ എന്ന് പറയും, അത് ക്രിയയിലുള്ളതല്ല. തൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ്. തൂന ആ നൂനല്ല ഇത്. ഈ ലമ്മു വന്നപ്പോൾ നൂന് കളഞ്ഞു പോകണം. ഇത് ഈ യാ ഉൽ മുത്തക്കല്ലിമിന് മുന്നേ ആയിട്ട് ഫീലിനെയും നീ എന്നാണല്ലോ, എന്നെ എന്നാണല്ലോ. അപ്പോൾ എന്നെ എന്നറിയിക്കുന്ന യാ ഉൽ മുത്തക്കല്ലിമിനെയും ക്രിയയെയും വേർപ്പെടുത്താൻ കൊണ്ടുവരുന്ന ഒരു നൂനാണ് നൂനുൽ വിഖായ എന്നതിന് പറയാം. ആ നൂനാണത്. ഫഇല്ലം തഅ്തൂനി ബിഹി, എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, ബി എന്ന് പറഞ്ഞാൽ ബിനിയാമിന്, ഫലാ കൈല ലക്കും ഇൻദി, എന്താ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ലാ കൈല ലക്കും, നിങ്ങൾക്ക് ഒരു കയ്യിലുമില്ല എന്നാണ്. കയ്യിൽ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഊഫിൽ കയ്യിൽ പറഞ്ഞില്ല, യാതൊരു കയ്യിലുമില്ല. എന്താ കയ്യിൽ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം അളവ്. യാതൊരു കയ്യിലും എൻ്റെ അടുക്കലില്ല. വലാ തഖറബൂൻ, നിങ്ങൾ എന്നോട് അടുക്കുകയും അരുത്. വലാ തഖറബൂ നീ എന്നാണ് ഇവിടെ. അതേപോലെ തന്നെ ലാ തഖറബൂ, നിങ്ങൾ അടുക്കരുത് എന്നാണ്. നൂന് ഇതേപോലെ നൂനുൽ വിഖായ. ഇവിടെ യാ കളയപ്പെട്ടതാണ്, യാ പറഞ്ഞിട്ടില്ല. ആ ഈ നൂന് വന്ന കെസ്റ അതാണ് അറിയിക്കുന്നത്, ഈ യാനെയാണ് അറിയിക്കുന്നത്. എന്നോട് അടുക്കരുത് എന്നാണ്. ലാ തഖറബൂ നീ, നിങ്ങൾ എന്നോട് അടുക്കയും അരുത്. അപ്പോൾ ഇവിടെ ഇതൊക്കെ പറയണത് ആരാ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അല്ലേ? ആരോടാ പറയണത്? ആരോട്? സഹോദരങ്ങളോട് ജ്യേഷ്ഠന്മാരോട് എന്ന് പറയാം, സഹോദരങ്ങളോട് പറയണേ, ഇങ്ങനെ പറയാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇത്തൂനി ബി അഖില്ലക്കും മിൻ അബീക്കും. എന്നിട്ട് അദ്ദേഹം ആദ്യം പറയുന്നത് നോക്കി, അല തറൗന അന്നി ഊഫിൽ കൈൽ വഅന ഖൈറുൽ മുൻസിലീൻ അല്ലേ? ആ വർത്തമാനത്തിൻ്റെ സ്വരം എന്താ? അത് സ്വരം ഒരു മൃദുല സ്വരമാണ്, ഒരു തർഗീബിൻ്റെ, ഒരു കൊതിപ്പിക്കലിൻ്റെ വർത്താനാണ് അല്ലേ? സുഖിപ്പിക്കലിൻ്റെയും കൊതിപ്പിക്കലിൻ്റെയും വർത്താനാണ്. അലാ തറൗൻ അന്നി ഊഫി ലക്കുമുൽ കൈൽ വഅന ഖൈറുൽ മുൻസിലീൻ. അതിനുശേഷം ഇപ്പറഞ്ഞത് ഫഇല്ലം തഅ്തൂനി ബിഹി ഫലാ കൈല ലക്കും ഇൻദി വലാ തഖറബൂൻ, നിങ്ങൾക്ക് യാതൊരു അളവും ഉണ്ടായിരിക്കില്ല, നിങ്ങൾ എന്നോട് അടുത്ത് പോകാനും പാടില്ല. അതെന്താ? അതൊരു ഭീഷണിയുടെ സ്വരാണ്, തെർഹീബിൻ്റെ, പേടിപ്പെടുത്തലിൻ്റെ സ്വരാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരെ ഉദ്ധരിച്ച് ഇതിനെ ബേസ് ചെയ്തിട്ട് സംസാരത്തിൽ പ്രത്യേകിച്ച് നേതൃത്വം, ആ നേതൃത്വം ഇനി ആരാകട്ടെ, ഭരണാധികാരി ആകട്ടെ, ഇനി അതല്ല ഒരു സംഘടനാ നേതാവാകട്ടെ, ഇനി ഒരു ഗൃഹനാഥനാകട്ടെ, സംസാരത്തിൽ എന്ത് വേണം? സംസാരത്തിൽ തർഹീബും വേണം, തർഹീബും വേണം. എപ്പോഴും തർഹീബ്, സുഖപ്പെടുത്തുന്ന, സുഖിപ്പിക്കുന്ന വർത്താനാകാൻ പാടുള്ളതല്ല. പിന്നെ ചില എന്തുകൂടി വേണം?
ഗൗരവത്തിലുള്ള വർത്താനം വേണം, പേടിപ്പെടുത്തുന്ന വർത്താനം വേണം. രണ്ടും സമ്മിശ്രമായിരിക്കണം. അതൊരു ഇസ്ലാമിക രാഷ്ട്രീയ മീമാംസയാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ അസിയാസത്തു ഷറയ്യ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, അസിയാസ ഷറയ്യ. അതിൽ അദ്ദേഹം ഈ ഒരു വിഷയം നന്നായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ഭരണാധികാരിയാകുമ്പോൾ രണ്ട് ഗുണവും വേണം എന്നുള്ള വിഷയം. ഫഇല്ലം തഅ്തൂനി ബിഹി ഫലാ കൈല ലക്കും ഇൻദി വലാ തഖ്റബൂൻ. ഇവിടെ ലാ കൈല ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരളവും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, പിന്നെ വരാത്ത സഹോദരന്, പിന്നെ വാപ്പാക്ക്, ഉമ്മാക്ക്, അവർക്കൊക്കെ അളന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലാ കൈല ലക്കും എന്ന് പറയുന്നത്. ഇൻദി. പിന്നെ വലാ തഖ്റബൂൻ, നിങ്ങൾ എന്നോട് അടുത്ത് പോകരുത് എന്നാണ്. അപ്പം അവിടെ അതൊരു ആത്മപ്രശംസൻ്റെ വിഷയമല്ല അത്. അതൊരു അനുഭവിച്ചൊരു യാഥാർത്ഥ്യമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ നന്നായി എന്ത് ചെയ്തിട്ടുണ്ട്? പരിഗണിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം വായിക്കുമ്പോഴൊക്കെ അറിയാം. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിങ്ങനെയാണെന്നുള്ളത് അവിടെ അവരെ അനുഭവിച്ചൊരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ്. പിന്നെ ഈ ആത്മപ്രശംസൻ്റെ ഒരു വിഷയം ഇവിടെ വരുന്നില്ല. ഒന്ന് അങ്ങനെയല്ല, അത് ചെയ്തത് എടുത്തു പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു മസ്ലഹത്തിന് വേണ്ടി. ഒന്നാമത് ഇത് നബിയാണ്, ഇതൊരു നബിയാണ്. അപ്പം അള്ളാഹുവിൻ്റെ വഹി പ്രകാരം ഇതൊക്കെ ചെയ്യുള്ളൂ. അതൊന്ന്. പിന്നെ ഇവിടെ ഇതെന്തിനു വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ്. ഇതെന്തിനു വേണ്ടി പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ചില ലക്ഷ്യ സാക്ഷാത്കാരങ്ങളുണ്ട്. അത് ബിനിയാമീനെ അങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ അതിനെ തുടർന്നിട്ട് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമി കുടുംബത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു ഈ ആത്മപ്രശംസയുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒരു വിഭാഗത്തെ എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടാനോ അയോഗ്യനായ ഒരാൾ തനിക്കുള്ളൊരു യോഗ്യത വരുത്താനോ ഒക്കെ വേണ്ടിയിട്ടാകുമ്പോഴാണ് അതൊരു ഇതാവുക. അതില്ല എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് പറയേണ്ടതാണ്. പിന്നെ മാത്രമല്ല, ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു മസ്ലഹത്തിന് വേണ്ടി ഒരിക്കലും പറയണില്ല. ഇവരിൽ നിന്ന് തൻ്റെ വൈയക്തികമായ ഒരു കാര്യത്തിന് വേണ്ടി ഇത് പറയുന്നതല്ല. പിന്നെയോ ഇതിൽ വലിയ ഒരു മസ്ലഹത്ത് മുന്നിൽ കണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഇത് പറയുന്നത്. അതാണ് ഇതിൽ തർഹീബിൻ്റെ വർത്താനവും സമ്മിശ്രമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇതിൽ ഒരു പ്രധാന മസ്അല ഉള്ളത് ഇവിടെ ഈ ഫലാ ഖൈല ലക്കും ഇൻദി വലാ തഖ്റബൂൻ എന്ന് പറഞ്ഞെടുത്ത് ഉള്ളൊരു പ്രധാന മസ്അല ഇന്നത്തെ ഈ ഇതാണ് അൽ മുഖാത്തഅത്തുൽ ഇഖ്തിസാദിയ എന്ന് പറയും. സാമ്പത്തിക ഉപരോധം എന്താ? ഇപ്പോഴൊക്കെ ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക ഉപരോധം വലിയൊരു വിഷയമല്ലേ? ഇപ്പോൾ എവിടെ സാമ്പത്തിക ഉപരോധം ഇപ്പോൾ എവിടെ ഉള്ളത്? പറഞ്ഞ് സാമ്പത്തിക ഉപരോധത്തിൻ്റെ മസാല ഇപ്പോൾ എവിടെ ഉള്ളത്? ഗസയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനോടുള്ള സാമ്പത്തിക ഉപരോധം. അങ്ങനെ സാമ്പത്തിക ഉപരോധം നടത്താൻ പറ്റുമോ ഇല്ലേ? നടത്താം എന്ന് പറഞ്ഞവർ എടുത്തൊരു തെളിവ് ഇതാണ്. ഇതിലെന്താ തെളിവ്? സാമ്പത്തിക ഉപരോധത്തിന് എന്താ തെളിവ്? ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് എന്തില്ല? ഭക്ഷണമല്ല, കനാൻ ദേശത്തേക്ക് ഇനി ഇവിടുന്ന് ഭക്ഷണമല്ല, ഇങ്ങോട്ട് അടുത്ത് പോകരുത് എന്ന് പറഞ്ഞു. അതിലടങ്ങിയിട്ടുള്ള എന്താണ്? അവർ സാമ്പത്തികമായിട്ട് ഉപരോധിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു തെളിവായിട്ട് പറഞ്ഞത്. ഈ ആയത്ത് അതിനുള്ള തെളിവാണ്. ഒരു വിഭാഗത്തിന് നേരെ സാമ്പത്തിക ഉപരോധം നടത്താമോ ഇല്ലേ? അത് നടത്താമെന്ന് പറഞ്ഞവർ പറഞ്ഞ ഇതാണ് എൻ്റെ തെളിവ്. പിന്നെ ഇതുപോലെ ധാരാളം തെളിവുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഹയാത്തിലിരുന്ന കാലത്ത് സുമാമ ഇബ്നു അസാൽ അൽ യമാമി ഇസ്ലാം സ്വീകരിച്ച്, അൽ ഹനഫി. സുമാമ ഇബ്നു അസാൽ, ഇതിൻ്റെ ചരിത്രം ഭയങ്കര ചരിത്രമല്ലേ? മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സുമാമ ഇബ്നു അസാൽ ബനു ഹനീഫ ഗോത്രക്കാരനാണ്. ഹനഫികൾ എന്ന് പറഞ്ഞാൽ ഹനഫി മതകാരല്ല, പിന്നെ ബനു ഹനീഫ ഗോത്രക്കാർ. അവർ ഭയങ്കര പ്രശ്നക്കാരാണ്, എപ്പോഴും പ്രശ്നക്കാരാണ് ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത് അവരുടെ നേതാവായിരുന്നു ഈ സുമാമ ഇബ്നു അസാൽ. അയാൾ എന്ത് ചെയ്ത് മുസ്ലിങ്ങൾ പിടികൂടി ബന്ദിയായിട്ട് മദീനയിലേക്ക് കൊണ്ടുവന്ന്, എന്നിട്ട് മസ്ജിദ് നബവിയിൽ അയാളെ കെട്ടിയിട്ട്, അയാളുടെ ജയിൽ മസ്ജിദ് നബവി ആയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അയാളുടെ അടുത്ത് ചെല്ലും, രാവിലെയും ചെല്ലും വൈകുന്നേരം ചെല്ലും. കൈഫാൻ തയാ സുമാമ എന്ന് ചോദിക്കും. മുസ്ലിമാണ്, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവാണ്. ഈ സുമാമ ഇബ്നു അസാലിൻ്റെ നാട്ടുകാരനാണ് മുസൈലിമത്തുൽ കദ്ദാബ്. ആ മുസൈലിമത്തുൽ കദ്ദാബിനോടും ഈ യമാമക്കാരോടും നടന്ന യുദ്ധമൊക്കെ എന്താണ്?
ആ യുദ്ധത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്താണ്. അപ്പോൾ അവരെത്ര കഠിനന്മാരാന്നുള്ളതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലൊരു മെമ്പരെയാണ് മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്നിട്ട് പൂട്ടിയത്. ഏതായാലും 3 ദിവസം കഴിഞ്ഞു. സുമാമ ബിൻ അസാൽ പറയാണ് നിസ്ലാസൻ മതങ്ങളോട് ഇൻ തഖ്തുൽ ഫഖ്തുൽ ദാദമിൻ, മുഹമ്മദ് കൊല്ലുകയാണെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്ന് കുറേ ആളുകളെ കൊന്നിട്ടുണ്ട്, അതിന് പകരം കൊന്നോളി എന്ന് പറയാണ് സുമാമ. അതില്ലെങ്കിൽ കരുണ കാണിച്ചിട്ട് വിടാൻ പറയാണ്. അപ്പം നിസ്ലാസൻ മതങ്ങൾ എന്ത് ചെയ്ത് അയാൾ വിടുകയാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം നബ്സല്ലാഹു മതം ആ പെരുമാറ്റം 3 ദിവസം മസ്ജിദ് നബവിയിൽ അയാൾക്കുള്ള ബന്ധനം, നബ്സല്ലാഹു രാവിലെ വൈകുന്നേരം ചെന്നിട്ട് അയാളോട് കാണൽ, അയാളുടെ ആവശ്യങ്ങൾ ചോദിക്കൽ, ഇതൊക്കെ കണ്ട് അയാൾ പോയിട്ട് എന്ത് ചെയ്യാണ്, വഴിയിൽ നിന്ന് കുളിച്ച് വരികയാണ്. കുറച്ചുകൊണ്ട് പോയിട്ട് മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങി പോയിട്ട് കുളിച്ച് വന്നതിന് ശേഷം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണ്, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം തിരുമുഖമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് ഈ നാടായിരുന്നു, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശത്തെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ അവിടുന്ന് പറയുന്നുണ്ട്, അദ്ദേഹം ബനു ഹനീഫ ഗോത്രത്തിൽ നിന്ന് ഉംറക്ക് പോകുമ്പോഴാണ് മുസ്ലിങ്ങൾ പിടികൂടിയത്. മുശ്രിക്ക് ഉംറക്ക് പോകുമ്പോഴാണ് പിടികൂടിയത്. അപ്പോൾ അയാൾ നബ്സല്ലാഹു മതങ്ങളോട് പറയാണ്, ഞാൻ ഉംറക്ക് പോകുന്നിടത്തുനിന്നാണ് എന്ത് ചെയ്ത് എന്നെ പിടിക്കപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഉംറ ചെയ്ത് വരട്ടെ എന്നിട്ട് അയാൾ മക്കത്തേക്ക് പോവുകയാണ്. നബ്സല്ലാഹു മതങ്ങൾ അയാൾ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് വിടുകയാണ്. അങ്ങനെ അയാൾ മക്കത്ത് പോയിട്ട് മക്കാരോട് പറയാണ്, വല്ലാഹി ലാ യഅതീകും ഹബ്ബതു ഹിൻതത്തിൻ ഹത്താ യഅ്ദന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ പെർമിഷൻ തരുന്നത് വരെ ഇനി നിങ്ങൾക്ക് യമാമയിൽ നിന്ന് ഒരു ഹബ്ബത്തു ഹിൻത, ഒരു ഗോതമ്പിൻ്റെ മണിയിട്ട് വരില്ല എന്ന് പറയുന്നത്. ആരോട്? മക്കാർക്ക് ഗോതമ്പ് വന്നിരുന്നത് യമാമയിൽ നിന്നാണ്. ആ യമാമക്കാരുടെ നേതാവാണിത്. അപ്പോൾ അയാൾ പറയാണ്, ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ തരുന്നത് വരെ യമാമയിൽ നിന്ന് ഒരു ഹബ്ബത്തു ഹിൻത, ഗോതമ്പ് മണി നിങ്ങൾക്ക് വരില്ല എന്ന് പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ യമാമയിൽ നിന്ന് അദ്ദേഹം വിലക്കി. മക്കാർ പട്ടിണിയായി. അവസാനം നിസ്ലാം മതങ്ങളോട് വന്നിട്ട് അവർ മക്കാർ പറയാണ്, ഒന്ന് സുമാമയോട് പറയാൻ അവിടുന്ന്. അപ്പോൾ ഇത് നോക്കിയവിടെ ഒരു ഹബ്ബത്തു ഹിൻത നിങ്ങൾക്ക് തരില്ല എന്നുള്ളത് എന്തിന് തെളിവാണ്? നമ്മുടെ വിഷയം എന്താ? അൽ മുഖാത്തഅ അൽ ഇഖ്തിസാദിയ, സാമ്പത്തിക ഉപരോധം, അതിൻ്റെ മറ്റൊരു തെളിവാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ, നസ്രാസൻ മതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു, മുസ്ലിമീങ്ങൾ ഹിജറ വന്നു. കുറേ സ്ത്രീകൾ മക്കയിൽ ശേഷിച്ചിട്ടുണ്ട്, കുറേ ദുർബലരായ വിശ്വാസികൾ മക്കയിൽ ശേഷിച്ചിട്ടുണ്ട്. ഈ ഹിജറ പോയവരുടെയൊക്കെ വീടും പറമ്പ് വീടും പരിസരം ഇവിടെയുള്ളത് മക്കയിലാണുള്ളത്. ഇവർ മുസ്ലിമീങ്ങൾ ഹിജറ പോയപ്പോൾ മുസ്ലിമീങ്ങളുടെ വീടുകളും സ്ഥലങ്ങളൊക്കെ ഇവർ കയ്യേറി. ആരും മക്കാർ കയ്യേറി. പിന്നെ അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ദ്രോഹിക്കാൻ തുടങ്ങി. മുസ്ലിമീങ്ങൾക്ക് മദീനയിൽ അഭയം നൽകിയ അൻസാരികളെ അവർ മക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ദ്രോഹിക്കാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാരണത്താലാണ് എന്ത് ചെയ്തത്, മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ വഴിയിൽ തടയാൻ തീരുമാനിച്ചത്. മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘം, ഷാമിൽ നിന്ന് തിരിഞ്ഞു മടങ്ങുന്ന കച്ചവട സംഘം, അതാണ് ഗസ്വത്ത് ദിൽ ഉഷൈറ. പിന്നെ ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ വളഞ്ഞ വിത്ത് അറിയില്ലേ, റളിയല്ലാഹു തആല അൻഹു സഹാബി, അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ട്. പിന്നെ ആ ദുൽ ഉഷൈറ മടങ്ങി വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് അദ്ദേഹം അതേപോലെ രക്ഷപ്പെട്ടത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ബദറിന് കാരണം എന്താ? ബദർ യുദ്ധത്തിന് കാരണം ഈ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് പോയതല്ലേ. എനിക്കൊണ്ട് ദുൽ ഉഷൈറ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ചെന്നു. പിന്നെ ദുൽ ഉഷൈറ മടങ്ങി വരുന്ന സമയത്താണ് അത് ബദറിൽ കലാശിച്ചത്. അതേപോലെ തന്നെ അതിനു മുമ്പ് അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെയും സൈന്യങ്ങളെ അയച്ചിട്ടുണ്ട്. ഖുറൈശികളുടെ ഈറിന് നേരെ, ഈർ എന്ന് പറഞ്ഞാൽ ഇത്തരം കച്ചവട സംഘങ്ങൾക്ക് നേരെ. അതെന്തിനാ? അതായത് മക്കയിൽ അവർ ചെയ്യുന്ന ഈ തോന്നിവാസം അത് അവസാനിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അന്നം വരുന്നതാണ് ഇതിലൂടെ ഈ കച്ചവട സംഘത്തെ അതിനെ തടഞ്ഞിട്ട് എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തികമായ ഒരു ഉപരോധത്തിൻ്റെ ഒരു രീതിയാണത് സ്വീകരിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സാമ്പത്തിക ഉപരോധത്തിൻ്റെ തെളിവുകൾ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് സാമ്പത്തിക ഉപരോധം നടത്തിയിട്ടൊരു വിഭാഗത്തെ, ശത്രുക്കളെ, നമ്മൾ ദ്രോഹിക്കുന്ന ശത്രുവിനെ പിന്നെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകാം. പക്ഷെ അത് ശത്രുവിനെ തോൽപ്പിക്കാനായിരിക്കണം. ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം മുസ്ലിമീങ്ങൾ
കൊണ്ടുവന്നിറക്കിയ സാധനങ്ങൾ ശത്രു അവരുടെ സാധനമാണ്. അടിസ്ഥാനപരമായിട്ട് അത് അനുവദനീയമായ ഇതാണ്. ഇപ്പോൾ ഇസ്ലാമിനോട് കൊമ്പ് കോർത്ത് നിൽക്കുന്ന ശത്രുതയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ അവിടെ നിന്ന് നമുക്ക് അനുവദനീയമായവ, അവരെ കള്ളും പന്നിയൊന്നുമല്ല അക്രമക്കുമുള്ള, പിന്നെ നമുക്ക് അനുവദനീയമായിട്ടുള്ള സാധനങ്ങൾ, അതിനി ഭക്ഷ്യവസ്തുക്കളാകട്ടെ, അതല്ല ഇനി മറ്റു പിന്നെ ഉപകരണങ്ങളും കാര്യങ്ങളാകട്ടെ, വാഹനങ്ങളാകട്ടെ, ഇതൊക്കെ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. മനസ്സിലെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങാതിരുന്ന ആർക്കാ നഷ്ടം? അവർക്കാ നഷ്ടം, ഇവർക്കാ നഷ്ടം? ഇത് വാങ്ങിയ മുസ്ലിമീങ്ങൾക്കാണ് നഷ്ടം. ഇത് മുസ്ലിമീങ്ങൾ അവിടുന്ന് ഓൾറെഡി ഇറക്കി, അതിൻ്റെ ഇടപാടുകൾ കഴിഞ്ഞു, ഇവിടെ ഇറക്കിയിട്ടിട്ട് ഇനി ഇത് വാങ്ങിയിട്ടില്ല എങ്കിൽ ആർക്കാ നഷ്ടം? അവർക്കാ നഷ്ടം, ഇവർക്കാ നഷ്ടം? മനസ്സിലായി? അതേപോലെ തന്നെ ഇവിടെ വ്യാവസായിക സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഈ പറയുന്ന ആളുകളുടെ നമുക്ക് പിന്നെ അനുവദനീയമായിട്ടുള്ളതായ ഭക്ഷ്യവസ്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഷോപ്പുകളിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പിന്നെ വാണിജ്യ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ജോലി ചെയ്യണതൊക്കെ പലരും മുസ്ലിമീങ്ങളാണ്. ഈ ഉടമപ്പെടുത്തിയവർ മുസ്ലിമീങ്ങളാണ്. അതിനോടൊക്കെ നിസ്സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ആരാ പട്ടിണിയിലാകുക? ആ ശത്രുവല്ല പട്ടിണിയിലാകുക. ഇവിടെ ജോലി ചെയ്യുന്ന ഈ ആളുകളും സാധുക്കളാണ് പട്ടിണിയിലാകുക. അപ്പോൾ ഈ സാമ്പത്തിക ഉപരോധത്തിൽ കാടടച്ച് വെടിവെക്കുന്നതാണ് പ്രശ്നം. അതിൻ്റെ പിന്നെ ഇതുണ്ടല്ലോ, ലാഭനഷ്ടങ്ങൾ അത് ആർക്ക് വരും എന്നുള്ളതാണ് പ്രശ്നം. പല ആളുകളും പിന്നെ ഇവിടങ്ങളിലാണ് എന്ത് ചെയ്യണത്, ഇതിൻ്റെ പേരിൽ ഉപരോധം നടത്തുന്നത്. സാമ്പത്തിക ഉപരോധം ശരിയാണ്, നല്ല ഒരു ആയുധം തന്നെയാണ്, ഇതിലൊരു സംശയമില്ല. പക്ഷെ അത് ആർക്ക് നേരെ പ്രയോഗിക്കണം, അതിൻ്റെ കഷ്ടനഷ്ടതകൾ ആർക്ക്, അത് ഉറപ്പുവരുത്തണം. അത് തീരുമാനിക്കുന്നതിന് മുമ്പ് അത് നമ്മുടെ ഈ യൂട്യൂബർമാരും അതേപോലെ തന്നെ ഈ എന്താ പറയുക ബ്ലോഗർമാരൊക്കെ ഏറ്റെടുത്തിട്ട് അതിൽ പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. ചില ഷോപ്പിംഗ് മാളുകളിൽ പോയപ്പോൾ അവിടെ പല സാധനങ്ങളും ആളുകളെണ്ണ എടുക്കാതെ ഇങ്ങനെ കോട്ടാവ് ഇട്ടിരിക്കുന്നത് സാധുക്കളായ മുസ്ലിങ്ങളാണ്. അവൻ്റെ ആളുകൾ എടുക്കാത്തത് അവിടെ ഇത്തരം പിന്നെ പിന്നെ ഈ ശത്രുക്കളുടെ ഉൽപ്പന്നങ്ങൾ ഇരിക്കുന്നു എന്നത് കാരണത്താലാണ്. ശത്രുവിന് അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രശ്നം ആർക്ക് തന്നെയാണ്, ഇതിൻ്റെ ഒക്കെ ഈ സാധുക്കളായ മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷയം അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ. ഏതായാലും അത് ആ ഒരു മസല ഇവിടെ നമ്മൾ പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഫഇല്ലം തൂനി ബിഹി ഫലാ കൈല ലക്കും ഇൻദി വലാ തഖ്റബൂൻ. ഈ കൈലൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് വന്നതാണ്. അവിടെ ഊഫിൽ കൈൽ എന്നുള്ളത് എന്താണ് അത് എന്നൊക്കെ പറഞ്ഞാണ് അടുത്ത വാക്കെടുക്കാം. അതൊരു സാമ്പത്തിക ഉപരോധം എന്ന് പറയാൻ പറ്റില്ല, അതൊരു തെർബീയത്തിൻ്റെ ഭാഗമാണ്. അല്ലല്ല, ആരായാലും ഇപ്പം അംറുൽ മാറൂഫ് നഹ്യു അനിൽ മുൻകർ ഉണ്ടല്ലോ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടൊക്കെ അതൊരു വേറെ വിഷയമാണ്. ഇത് സാമ്പത്തിക ഉപരോധം പോലുള്ളതായ വിഷയമല്ല. ഈ മനിസ്താ ജലശയ കബലാവാനിഹി മുഖിബി ഹിർമാനിഹി എന്നൊക്കെ പറയില്ലേ, ചില ശിക്ഷണങ്ങൾക്ക് അത് ആവശ്യമായിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വെള്ളം തടഞ്ഞതൊക്കെ ആയി ബന്ധപ്പെട്ട് മദീനയിൽ ഈ കനാത്തുകളുണ്ടായിരുന്നു, വാദികളിലൂടെ വരുന്ന വെള്ളം, അതുകൊണ്ട് കൃഷി നനച്ചിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കൽ സുബൈർ ബിൻ അവ്വാമും ഒരു അൻസാരിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി വെള്ളം നനക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പിന്നെ വിശ്വാസം മതങ്ങൾ സുബൈറിനോട് പറഞ്ഞു ആദ്യം നനച്ചിട്ട് ഇത്ര വരെ നനച്ചതിന് ശേഷം പിന്നെ അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു, അയാൾക്കും വെള്ളം കൊടുക്കാൻ പറഞ്ഞു, ഇവിടെ കെട്ടിയിരുത്തരുത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ അൻസാരിക്ക് അത് രസിച്ചില്ല. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അമ്മായിൻ്റെ മകനായതുകൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് വെള്ളം കെട്ടിയിടാൻ പറഞ്ഞു, അങ്ങോട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു, അയാൾക്ക് തടയാൻ പറഞ്ഞു. അപ്പോൾ അതെന്താ അതേപോലെ അത് വിലക്കിയത് എന്തിൻ്റെ പേരിലാണ്, അത് പിന്നെ ഒരു ശിക്ഷണം, അയാൾക്കൊരു ശിക്ഷണം എന്നുള്ള ആൾക്കാർ അങ്ങനെ ആവാം. ആ മസല വേറെ ഈ മസല വേറെ. ഖാലു സനുറാവിദു അൻഹു അബാഹു വഇന്നാ ലഫാഇലൂൻ. ഖാലു അവർ പറഞ്ഞു പറഞ്ഞാൽ ആര് പറഞ്ഞു? ഈ സഹോദരങ്ങൾ പറഞ്ഞു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരന്മാർ 10 പേർ, നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞല്ല കഴിഞ്ഞ കുറി. ആ 10 പേര് പറഞ്ഞു സനുറാവിദു അൻഹു അബാഹു. എന്താ നുറാവിദു അൻഹു അബാഹു എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വന്നതാണ് മുറാവദ. എവിടെ വന്ന് റാവത്തുഹു അൻ നഫ്സിഹി, റാവദത്തുഹു അൻ നഫ്സിഹി എന്നൊക്കെ പറയലേ. അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സഹോദരങ്ങളോട് ചെയ്യണ ഓരോ ഇതാണത്. അവർക്ക് അവരുടെ ഇന്നലകളിലെ ഉണ്ടല്ലോ ചെയ്തികൾ, അതിനുള്ള ഓരോ പിന്നെ ശിക്ഷയാണ് ഈ കിട്ടുന്നത്. കാരണം അവർക്കറിയാം
പിന്നെ ഇനിയിപ്പോൾ ബിന്യാമീനെ വിട്ടു തരണം എന്ന് പറയുമ്പോൾ ആരോടാ ഞങ്ങളിത് പറയണത്? ആ പറച്ചിലിനോടുള്ള പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ പോയി പറഞ്ഞൊരിക്കലും കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് വേണം? വേണ്ടത് മുറാവതയാണ്. മുറാവത ചെന്നേക്കിന് വാപ്പാ പിന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഭക്ഷണം കിട്ടണമെങ്കിൽ ബിന്യാമീനെ തരണം എന്ന് പറഞ്ഞിന്, അതുകൊണ്ട് പിന്നെ ബിന്യാമീനെ ഞങ്ങളെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അവർ ഈ പ്രയോഗം നടത്തിയത്. ഖാലു സനുറാവിദു അൻഹു അബാഹു എന്ന്. നമ്മൾ പറഞ്ഞു മുറാവത എന്ന് പറഞ്ഞാൽ എന്താ? മുറാവത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് ഉദ്ദേശങ്ങൾ തമ്മിലുള്ള മുട്ടലാണ്. ഒരാളുടെ ഉദ്ദേശം ഒന്ന് വേറെ, മറ്റൊരാളുടെ ഉദ്ദേശം ഒന്ന് വേറെ. പിന്നെ ആ ഉദ്ദേശം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം. ഇപ്പം പിന്നെ സുലൈഖ അല്ലെങ്കിൽ സലീഖ ഇമ്രാത്തുൽ അസീസ് യൂസുഫിനെ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയത് എന്താണ്? മുറാവതയാണ്. അതുകൊണ്ടാണ് നമ്മൾ വല വീശി തന്ത്രം പ്രയോഗിച്ചു എന്നൊക്കെ പറയുന്നത്. യൂസുഫ് ഉദ്ദേശിക്കാത്തൊരു കാര്യം ഈ സ്ത്രീ യൂസുഫിൽ നിന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന തന്ത്രവും അതേപോലെ തന്നെ ശ്രമമാണ്. അതിനാണ് ഈ മുറാവത പറയാം. അപ്പോൾ ഇവിടെ ഖാലു ഈ സഹോദരങ്ങൾ പറഞ്ഞു യൂസുഫിനോട് സനുറാവിദു അൻഹു അബാഹു, അദ്ദേഹത്തിൻ്റെ വാപ്പയോട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുറാവത ചെയ്യാം, അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കാം, ഞങ്ങൾ തന്ത്രം പ്രയോഗിക്കാം എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അൻഹു എന്ന് പറഞ്ഞാൽ അൻ ബിന്യാമീൻ, ബിന്യാമീനെ കിട്ടാൻ, ബിന്യാമീന് വേണ്ടി ബിന്യാമിൻ്റെ ഉപ്പയോട് സനുറാവിദു കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുകയും അതിനു വേണ്ടി ഞങ്ങൾ തന്ത്രം പ്രയോഗിക്കുകയും ചെയ്യാം എന്നാണ്. കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അതിൻ്റെ പ്രയോഗതാണ്. അവർക്കറിയാം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഞങ്ങളുടെ വാപ്പയോട് ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പം കിട്ടുന്ന പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ അതിനെന്ത് വേണം? ചില തന്ത്രമൊക്കെ പ്രയോഗിക്കണം, കുറച്ച് കിണഞ്ഞ് ശ്രമിക്കണം എന്നുള്ളതൊക്കെ അവർ അറിയാം. അതുകൊണ്ടാണ് അവർ ഈ പ്രയോഗം നടത്തിയത്. നുറാവിദു അൻഹു അബാഹു വ ഇന്ന ലഫാഇലൂൻ. വ ഇന്ന ലഫാഇലൂൻ, വ ഇന്ന തീർച്ചയായും ഞങ്ങൾ ഫാഇലൂൻ എന്നാൽ ഞങ്ങൾ ചെയ്യും, പ്രവർത്തിക്കുന്നവർ എന്നാണ്. ലഫാഇലൂൻ അത് ഉറപ്പിച്ച് പറയാണ് രാജാവിനോട്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ഉറപ്പിച്ച് പറയാണ് വ ഇന്ന ലഫാഇലൂൻ, ഞങ്ങൾ കൊണ്ടുവരുന്നല്ല അവർ പറയുന്നത്. പിന്നെയോ ഞങ്ങൾ വാപ്പയിൽ നിന്ന് അടർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. വാപ്പാനോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ് അവരുടെ ആ സംസാരത്തിന് ഉദ്ദേശം. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ബി അഖീൻ ലക്കും എന്നൊക്കെയാണല്ലോ, മിൻ അബീക്കും, നിങ്ങളുടെ വാപ്പയൊത്ത സഹോദരൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിനനുസരിച്ചാണ് പ്രതികരിക്കുന്നത്. ആ ബാഹു അദ്ദേഹത്തിൻ്റെ വാപ്പ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് അറിയാം അവരുടെയൊക്കെ വാപ്പയാണെന്നുള്ളത്. വാപ്പത്തെ സഹോദരൻ്റെ വിഷയത്തിലാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചത്. പിന്നെ ഈ സഹോദരങ്ങളിൽ നിന്ന് അബാന എന്നൊക്കെയുള്ള ഒരു പ്രയോഗം അവർ ചെയ്തത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞില്ലേ. ഈ സൂറത്ത് യൂസുഫിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ഈ സഹോദരങ്ങൾ 10 പേർ ചെയ്തത്. അതുകൊണ്ടാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ അസ്ബാത്ത് നബിമാരാണോ അല്ലേ എന്നുള്ള ചർച്ചയിൽ അറുത്തു മുറിച്ച് പറഞ്ഞു ഇവരൊരിക്കലും നബിമാരല്ല, അസ്ബാത്ത് നബിമാരാണ് എന്ന് പറഞ്ഞു. അസ്ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 10 സഹോദരങ്ങൾ പിന്നെ ഈ 10 സഹോദരങ്ങളും നബിമാരാണോ അല്ലേ? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇവരൊരിക്കലും നബിമാരല്ല, ഒരിക്കലും നബിമാരല്ല. അത് എന്തുകൊണ്ടല്ല? നബിമാരിൽ നിന്നുണ്ടാകേണ്ട പരിപാടികളല്ല അവരിൽ നിന്നുണ്ടായിട്ടുള്ളത്. സ്വന്തം വാപ്പയോട് അവർ ചെയ്തത്, സഹോദരനോട് അവർ ചെയ്തത്, അതിനൊക്കെ ഉപരിയായിട്ട് അള്ളാഹിനോട് ചെയ്തത്, ഇതൊന്നും ഒരു നബിമാരുടെ ലിസ്റ്റിൽ വരേണ്ട വിഷയങ്ങളല്ല. അതുകൊണ്ട് ഇവരൊരിക്കലും നബിമാരല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതമൊന്നുമില്ല. സനുറാവിദു അൻഹു അബാഹു വ ഇന്നാ ലഫാഇലൂൻ. വഖാല ലിഫിത്യാനിഹി ജഅലൂ ബിദാഅതഹും ഫീ റിഹാലിഹിം ലഅല്ലഹും യഅരിഫൂനഹാ ഇദാ ൻഖലബൂ ഇലാ അഹ്ലിഹിം ലഅല്ലഹും യർജിഊൻ. വഖാല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ലിഫിത്യാനിഹി, തൻ്റെ ഫിത്യാനോട്. ഫത എന്നുള്ളതിൻ്റെ ബഹുവചനാണ് ഫത. ഫിത്യാൻ, ഫിത്യാൻ എന്നും ഫിത്തിയത്ത് എന്നും ഉണ്ട്. ഫിത്യാൻ
ഫത എന്ന് പറഞ്ഞാൽ യുവാവ് എന്ന് പറയും. അതേപോലെ തന്നെ ഗുലാം സേവകൻ, ഭൃത്യൻ എന്ന അർത്ഥത്തിൽ പറയും. വൈദ് ഖാല മൂസ ലി ഫതാഹു, മൂസ തൻ്റെ ഫതയോട് പറഞ്ഞു പറഞ്ഞില്ലേ, അവിടെ ഫത അതിൻ്റെ ബഹുവചനാണ് ഫിത്തിയാൻ, ഫിത്തിയത്ത്. ഇന്നഹും ഫിത്തിയത്തുൻ ആമിനു ബിറബ്ബിഹിം, ഫിത്തിയത്തുൻ എന്ന് പറയും. രണ്ട് ഖിറാഅത്തും ഉണ്ട്. വഖാലലി ഫിത്തിയാനിഹി എന്നും ഖിറാഅത്തുണ്ട്, വഖാലലി ഫിത്തിയത്തിഹി എന്നും ഖിറാഅത്തുണ്ട്. രണ്ടായാലും മുഷ്കിൽ ഒരേ അർത്ഥത്തിൽ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ലി ഫിത്തിയാനിഹി, തൻ്റെ ഫിത്തിയാനോട് പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ സേവകരോട് പറഞ്ഞു, ആളുകളെ സൽക്കരിക്കാൻ, അവരെ സ്വീകരിച്ചിരുത്താൻ, അതേപോലെ അവർക്ക് പിന്നെ അവരുടെ പേര് വിവരങ്ങൾ ശേഖരിക്കാൻ, അവർക്ക് അളന്നു കൊടുക്കാൻ, അപ്പോൾ അവർ തരുന്ന സാധനങ്ങളെ ഇങ്ങോട്ട് അളന്നു വാങ്ങാൻ ഒക്കെ വേണ്ടേ? അതിനുള്ള ആളുകൾ, തൊഴിലാളികൾ, സേവകർ, അതാണ് വഖാലി ഫിത്തിയാനിഹി. എന്താ പറഞ്ഞത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഫിത്തിയാനോട് പറഞ്ഞത്? ഇജ്അലു ബിദാഅതഹും ഫീ റിഹാലിഹിം ലഅല്ലഹും യഅരിഫൂനഹ. ഇജ്അലു, നിങ്ങൾ പിന്നെ ആക്കുക, വെക്കുക, ബിദാഅതഹും, അവരുടെ ബിദാഅത്ത്. എന്താ ഈ ബിദാഅത്ത്? ബിദാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിദാഅ എന്ന് പറഞ്ഞാൽ ഖിത്അത്തു മിനൽ മാൽ എന്നാണ്, സ്വത്ത്, അതിനാണ് ബിദാഅ എന്ന് പറയാം. അവരുടെ ബിദാഅത്തിന് വെക്കുക എന്നാണ്. അവരുടെ ബിദാഅത്ത് ഈ ഉദുമും നിയാലും ആയിരുന്നു എന്നാണ്. അക്രമക്കുമുള്ള ഉദും എന്ന് പറഞ്ഞാൽ തോലുകൾ, നിയാൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പുകൾ. ഇതാണ് അവർ കൊണ്ടുവന്നത്, കനാൻ ദേശത്ത് നിന്ന് അവർ കൊണ്ടുവന്നത്. എന്തിനാണ് ഈ നിയാലും പിന്നെ ഇതൊക്കെ കൊണ്ടുവന്നത്? നിയാലും അതേപോലെ തന്നെ ഉദുമും തോലും കൊണ്ടുവന്നത് അത് ഇവിടെ കൊടുത്തിട്ട് ഇവിടുന്ന് എന്ത് കൊണ്ടുപോകാനാണ്? ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകാനാണ്. കനാനിൽ തോലുണ്ട്, അതേപോലെ തന്നെ തോലിൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട് കനാനിൽ. അത് തിന്നാൻ പറ്റൂല, തിന്നാനുള്ള സാധനം എവിടെയുള്ളത്? അത് മിസ്റിലാണുള്ളത്. അപ്പോൾ അവിടുന്ന് അവരവരുടെ ബിദാഅത്ത് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് അതിന് പകരം എന്ത് ചെയ്യാണ്? ഇവിടുന്ന് ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങുകയാണ്, ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതാണ് ഇജാലു ബിദാഅതഹും, അവരുടെ ബിദാഅത്തിന് നിങ്ങൾ വെക്കുക, ഫി റിഹാലിഹിം, അവരുടെ റിഹാലിൽ. റിഹാൽ എന്താ? റിഹാൽ റഹൽ, റിഹാൽ എന്ന് പറയും. റഹൽ എന്താ? റഹൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരാളുടെ യാത്രയിലെ സാധന സാമഗ്രികൾക്കാണ് റഹൽ എന്ന് പറയാം. നിസ്രാസൽ മതങ്ങൾ പറഞ്ഞില്ലേ, അൽ മർഉ മാ റഹലിഹി, എന്താ? ഒരു വ്യക്തി അയാളുടെ റഹലിനോടൊപ്പമായിരിക്കും എന്ന് അറിയുന്നുണ്ട്. എപ്പോഴാണ് പറയുന്നത്? ഒരു വ്യക്തി അയാളുടെ റഹലിനോടൊപ്പമാണ് എന്ന് നിസ്രാസൽ മതങ്ങൾ പറയുന്നത് എപ്പോഴാണ്? അത് ഹിജറയുടെ സമയം. നിസ്രാസൽ മതങ്ങൾ ഹിജറ വന്നില്ലേ? ഹിജറ വന്നിട്ട് മദീനയിലെത്തിയപ്പോൾ നിസ്രാസൽ മതങ്ങൾ 4 ദിവസം മദീനയിലെത്തിയിട്ട് കുബയിലായിരുന്നു. കുബയിൽ പ്രശ്നമല്ല, നിസ്രാസൽ മതങ്ങളുടെ യാത്ര മധ്യേയാണ്, യാത്ര വഴിയിലാണ്. കുബയിലെത്തി. അവിടെ കുൽസൂം ഇബ്നുൽ ഹദമിൻ്റെ വീട്ടിൽ നിസ്രാസൽ മതങ്ങൾ 4 ദിവസം പാർത്തു. എന്നിട്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച എത്തി. പിന്നെ വെള്ളിയാഴ്ച രാത്രി തുടരുകയാണ്. അപ്പോൾ മദീനത്തേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ യാത്ര അവിടുന്ന് വീണ്ടും വെള്ളിയാഴ്ച രാവിലെ തുടർന്ന് പിന്നെ ബനു അംർ ബിൻ ഔഫിൻ്റെ അടുത്ത് അവിടെ ജുമാ നിസ്കരിച്ച് പിന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരുക, മദീനയിലേക്ക് വരികയാണ്. വരുമ്പോൾ മദീനയിൽ ഈ ബനു സലമ ഗോത്ര അവരൊക്കെ പാർക്കണ ആ വഴിയിലൂടെയാണ് മസ്ജിദ് നബവിയിലേക്ക് വരുന്നത്. അപ്പം വരുമ്പോൾ ഓരോരുത്തരും പിടിച്ചു വലിക്കുകയാണ് നബി മാതങ്ങളെ. പിന്നെ റസൂലെ, നിങ്ങൾക്ക് വേണ്ട അതതും ഉദ്ദയും മനയും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങളെ കാക്കാനുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട സാധന സൗകര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട പിന്നെ മനാത്തുണ്ടെങ്കിൽ സംരക്ഷണം അത് ഞങ്ങളുടെ അടുക്കലേക്കുണ്ട്. അതുകൊണ്ട് ഹലുമ്മ ഇലൈന എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കുടുംബവും നബി മതങ്ങൾ വലിക്കുന്നത്. മദീനയിൽ കുറേ കുടുംബങ്ങളല്ലേ, ഔസ് ഗോത്രത്തിൽ കുറേ കുടുംബങ്ങളുണ്ട്, ഹസ്രജ് ഗോത്രത്തിൽ കുറേ കുടുംബങ്ങളുണ്ട്. എല്ലാവരും നബി മതങ്ങളെ പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ നബി മതങ്ങൾ ഒട്ടകപ്പുറത്താണ്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട് ദഊഹ ഫഇന്നഹ മഅ്മൂറ, ഒട്ടകത്തെ വിടൂ, അത് മഅ്മൂറത്താണ്. മഅ്മൂറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ കൽപ്പന പ്രകാരം പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനെ വിട്ടേക്കൂ എന്ന് പറയണം. അപ്പം ഇങ്ങനെ ഒട്ടകം പോവുകയാണ്. ഓരോരുത്തർ വലിക്കുമ്പോഴും റസൂലുള്ളാഹി പറയണം ദഊഹ ഫഇന്നഹ മഅ്മൂറ. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് മസ്ജിദ് നബവി ഇന്ന് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥാനത്തെത്തി. ആ സ്ഥാനത്തെത്തിയിട്ട് അവിടെ ഒട്ടകം മുട്ടുകുത്തി. പിന്നെ ഒട്ടകം ചെയ്തു അവിടുന്ന് എഴുന്നേറ്റ് പിന്നെയും കുറച്ച് അങ്ങോട്ട് പോയിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ട് ഒട്ടകം മുട്ടുകുത്തി കൊടുത്തതിന് വീണ്ടും മുട്ടുകുത്തി. മനസ്സിലായില്ലേ? അപ്പോഴാണ് അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ ഒട്ടകത്തിൽ, റസൂലുള്ളാഹിൻ്റെ ഇതുണ്ടല്ലോ റഹലുണ്ട്, യാത്രാ സാമഗ്രികൾ,
അത് വേഗം കൈമന്ന് അയച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു, തൻ്റെ വീട്ടിലവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ പിന്നെ ഓരോരുത്തരും വിളിക്കുമ്പോൾ റസൂൽ എന്ത് പറയുക, എല്ലാവരും റസൂള്ളാനോടുള്ള നിറഞ്ഞ സ്നേഹത്തിൽ വിളിക്കുകയാണ്. റസൂലിൻ്റെ മദീനയിൽ പിന്നെ ഇവിടെ ഒരു വീടുണ്ടാക്കിയിട്ടല്ലേ വരുന്നത്, തനിക്കും കുടുംബത്തിനും പാർക്കാനുള്ള ഒരു വീടോ സൗകര്യമോ ഒരുക്കിയിട്ടല്ല വരുന്നത്. പിന്നെ വിശ്വാസമാത്തങ്ങൾ ഇവിടെ വരുമ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ താമസിക്കാൻ ആദ്യമല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തരും ഹലുമ്മ ഇലൈന ഒട്ടകത്തെ പിടിച്ച് വലിക്കണത് നമ്മുടെ അടുക്കലേക്ക് വരും. റസൂൽ ഏതെങ്കിലും ഒരു വീട്ടിലത് കേട്ട് കയറി ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും മറ്റുള്ളവർക്ക്? അതൊരു വിഷയമാണ്. പ്രത്യേകിച്ച് അസദ് ബിൻ സുറാറ ഒക്കെ റളിയല്ലാഹു അൻഹു, അസദ് ബിൻ സുറാറിൻ്റെ ഒക്കെ ചരിത്രം ഹിജ്റയുടെ വിഷയത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ നനവ് പറ്റൂല, അങ്ങനത്തെ ചരിത്രം. പിന്നെ അതേപോലെ കുറേ സഹാബികളുണ്ട് വേറെ, പ്രത്യേകിച്ച് അഖബയിൽ വന്നിട്ട് ബയ്യത്ത് ചെയ്ത സഹാബികളൊക്കെ ഓരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വിളിക്കുകയല്ലേ. അപ്പോഴാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ ഈ റഹൽ കൊണ്ടുപോയിട്ട് തൻ്റെ വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ പിന്നെ അവസാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവരോടൊക്കെ ഹലുമ്മ ഇലനാന്ന് വിളിക്കുമ്പോൾ അൽമർഉ മഅ റഹ്ലിഹി, ഒരു വ്യക്തിക്ക് എവിടെ താമസിക്കാൻ പറ്റുക, അദ്ദേഹത്തിൻ്റെ യാത്രാ സാമഗ്രികൾ എവിടെയാണ് അവിടെ പാർക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കുക എല്ലാവരും നോക്കുമ്പോൾ ഇതിന് അബൂ അയ്യൂബ് അൻസാരി പറയണം അത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അതോടുകൂടി പിന്നെ എല്ലാവർക്കും ആർക്കും പിന്നെ റസൂലുള്ളാഹിനെ പിടിച്ചു വലിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചു. പിന്നെ എല്ലാവരും എന്ത് ചെയ്തു, റസൂലുള്ളാഹിക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അലാകുല്ലിൻ അതാണ് റഹൽ, യാത്രാ സാമഗ്രികൾ. ഇന്നാണ് റവാഹിൽ, റാഹിലത്ത്. എന്താ റാഹിലത്ത്? യാത്രാമൃഗം. റവാഹിൽ യാത്രാമൃഗങ്ങൾ, അതൊക്കെ ഇതിൽ നിന്നാണ് വന്നത്. ഏതായാലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇജഅലു, നിങ്ങളാക്കുക ബിദാഅതഹും, ഇവരുടെ ബിദാഅത്തിനെ ഫീ റിഹാലിഹിം, അവരുടെ റിഹാലിൽ, അവരുടെ യാത്രാ സാമഗ്രികളിൽ അവരുടെ ബിദാഅത്തിനെ വെക്കുക എന്ന് പറഞ്ഞു. ബിദാഅത്ത് എന്നാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, ചരക്കുകൾ. ബിദാഅത്ത് പല അർത്ഥത്തിന് പ്രയോഗിക്കും. ഇപ്പോൾ ബിദാഅത്ത് എന്ന് പറയും. ബിദാഅത്ത് എന്താ? ബിദാഅത്ത് എന്താ? ഫാത്തിമത്തു ബിദാഅത്തും മിന്നി, ഇതാണ് ഫാത്തിമ ബിദാഅത്തും മിന്നി, എൻ്റെ ഒരു ബിദാഅത്താന്ന് പറഞ്ഞല്ലേ, ഇതാണ്. എന്തിനാ പറയാ? ഒരു ഭാഗമാണെന്ന് അർത്ഥത്തിൽ, കഷ്ണം എന്നുള്ളതിന് ബിദാഅ പറയും. ഫാത്തിമത്തു ബിദാഅത്തും മിന്നി സർറഹ മാ സർറനി മാ സർറഹ വ സഅനി മാ സഅഹ എന്നൊക്കെ പറയല്ലേ. എപ്പോഴാണ് പറഞ്ഞത്? ബിദാഅത്തും മിന്നി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു രോഷം കാണിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അലി ഇബ്നു അബി താലിബ് പിന്നെ അബൂജഹലിൻ്റെ മകളെ കല്യാണം അന്വേഷിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അബൂജഹലിൻ്റെ മകളെ കല്യാണം അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഫാത്തിമ പറയുന്നത് പിന്നെ നിങ്ങൾക്കൊരു രോഷമല്ലേ നിങ്ങളുടെ മകളുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിൽ നിങ്ങൾ ഇടപെടണം, നിങ്ങളുടെ ഒരു വിയോജിപ്പ് അറിയിക്കണം എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആദ്യം കേൾക്കുകയാണ്. അബൂജഹലിൻ്റെ മകൾ ഉണ്ടല്ലോ, അബൂജഹലിന് കുറേ പെൺമക്കളുണ്ട്, ജമീല, ഫാത്തിമ, ഇങ്ങനെ ഒരു പിന്നെ 4-5 പെൺമക്കളുണ്ട്. ഇക്രിമയാണ് മകൻ, ഒരാളെ ആണുള്ളൂ, ബാക്കിയൊക്കെ പെണ്ണാണ്. ആ പെണ്ണുങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അബൂജഹലിൻ്റെ എല്ലാ പെൺമക്കളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും അതിൽ എനിക്ക് തോന്നുന്നത് ജമീല എന്നു പേരുള്ള മഹദിയാണ് പിന്നെ അലി കല്യാണം അന്വേഷിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്തിലിരിക്കുക. അപ്പോഴാണ് ഫാത്തിമ ഇത് വന്നിട്ട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ മിമ്പറിൽ കയറി എന്നിട്ട് പ്രസംഗിച്ച് പിന്നെ ഇങ്ങനെ ഇന്ന കുടുംബം ഇങ്ങനെ അലിയെ വിവാഹം അന്വേഷിക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് പറയാണ് ഫാത്തിമത്തു ബിദാഅത്തും മിന്നി സർറഹ മാ സർറഹ സഅനി മാ സഅഹ. ഫാത്തിമക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ എന്നെ ഇഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ഫാത്തിമക്ക് അനിഷ്ടകരമായത് എനിക്ക് അനിഷ്ടകരമായ വിഷയമാണ്. ഫാത്തിമക്ക് പിന്നെ ദീനിൻ്റെ വിഷയത്തിൽ പ്രയാസമുണ്ടാകുമെന്ന് പേടി എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട് ഇബ്നു അബിൽ ആസിനെ കുറിച്ച്. ഇബ്നു അബിൽ ആസ് ഉണ്ടല്ലോ, സൈനബിൻ്റെ ഭർത്താവ്. സൈനബിൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു പിന്നെ തീരുമാനം നിശ്ചയം എടുത്തിട്ടില്ല, അദ്ദേഹം എന്നോട് ചെയ്ത വാക്ക് അദ്ദേഹം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അബുൽ ആസിബിൻ റബീനെ കുറിച്ച്, അബുൽ ആസിബിൻ റബി സൈനബിൻ്റെ ഭർത്താവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിമ്പറിൽ പ്രശംസിച്ച് പറയുന്നുണ്ട്.
അങ്ങനെ പിന്നെ അലി റളിയല്ലാഹു തആല എന്നെ അറിഞ്ഞ് പിന്നെ അത് നിർത്തുക ചെയ്തത് കേട്ടോ. ബനു ഹാഷിം ഇങ്ങനെ അലീന് വേണ്ടിയിട്ടൊരു കല്യാണം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി പ്രസംഗം നടത്തിയത്. അലാ കുല്ലിൻ അതിൽ നിന്ന് പിന്മാറി അലി റളിയല്ലാഹു തആല. അവിടെയാണ് പറയുന്നത് ഫാത്തിമത്തു ബിദ്അത്തും മിന്നി എന്ന് പറയുന്നത്. ഈ ഖുത്ബ റസൂലുള്ളാഹി പ്രസംഗിച്ചത് മിസ്വർ ബിൻ മഖ്റമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സാക്ഷിയാണ് മിസ്വർ ബിൻ മഖ്റമ അൽ മഖ്സൂമി. അദ്ദേഹം ആ മസ്ജിദ് നബവിയിൽ അന്ന് അതിന് സാക്ഷിയാണ്. അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകളെ, ഈ മിസ്വർ ബിൻ മഖ്റമ അൽ മഖ്സൂമിയുടെ മകളെ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ കല്യാണം അന്വേഷിക്കുന്നുണ്ട്. ഹസൻ ആരാ? ഹസൻ ബിൻ ഹസൻ, അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹസൻ. ഈ ഹസൻ്റെ മകൻ ഒരു ഹസനുണ്ട്. ഈ ഹസന് വേറൊരു മകനുണ്ട്, അതിന് ഹസൻ നട്ട്, വാപ്പിയും വല്യാപ്പിയും പേരക്കുട്ടി ഹസൻ, 3 ഹസൻ. ഏതായാലും ഹസൻ ബിൻ ഹസൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മിസ്വർ ബിൻ മഖ്റമൻ്റെ മകളെ കല്യാണം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം അന്വേഷിക്കുമ്പോൾ വിഷയം എന്താ, ഈ ഹസൻ ബിൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഹസൻ്റെ മകൻ ഹസനും ഹുസൈൻ്റെ മകൾ ഫാത്തിമ എന്ന് തോന്നുന്നത്, ഹുസൈൻ്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞങ്ങളാപ്പി മുത്താപ്പി മക്കളുടെ കല്യാണം. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരക്കുട്ടി ഫാത്തിമ പിന്നെ ഇവിടെ ഹസൻ്റെ അടുത്താണുള്ളത്, ഹസൻ്റെ ഭാര്യയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഹസൻ എന്ത് ചെയ്യുന്നത്, മിസ്വർ ബിൻ മഖ്റമ അൽ മഖ്സൂമിൻ്റെ മകളെ കല്യാണം അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ കല്യാണം അന്വേഷിച്ചിട്ട് ഒരാൾ വന്ന് മിസ്വറിനോട് പറഞ്ഞു, ഇങ്ങനെ ഹസൻ്റെ പുത്രൻ ഹസൻ നിങ്ങളെ മകളെ കല്യാണം അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മിസ്വർ പറയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും, ഞാൻ സന്ധിച്ചോളാം എന്ന് പറയണം. അങ്ങനെ വൈകുന്നേരം ഹസൻ ബിൻ ഹസൻ്റെ അടുക്കലേക്ക് മിസ്വർ എന്നിട്ട് പറയാണ്, എനിക്ക് ഏറ്റവും നല്ല ബന്ധം, അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള ബന്ധവും എന്താണ്, നിങ്ങളായിട്ടുള്ള ബന്ധമാണ്. സബബും അതേപോലെ തന്നെ നസബും അതേപോലെ സിഹറും ഒക്കെ നിങ്ങളോടുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു തആലാൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ബസതനി മാ ബസതഹ ഖബദനി മാ ഖബദഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിമയുടെ മകളാണ് ഹസൻ, നിങ്ങളുടെ ഭാര്യയായിട്ട് ഇപ്പോൾ ഉള്ളത് വീട്ടിൽ. ഫാത്തിമയുടെ മകൾ എന്ന് പറഞ്ഞാൽ ഫാത്തിമയുടെ പേരക്കുട്ടി. അതുകൊണ്ട് തന്നെ ഫാത്തിമയുടെ മകൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയായിരിക്കെ എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാര്യയായിട്ട് തരാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഫാത്തിമയുടെ ആ ഒരു വാക്ക്, അല്ലെങ്കിൽ ഫാത്തിമയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്ക്, അത് കാരണത്താൽ എന്ന് പറഞ്ഞിട്ട് ഹസൻ ഇബ്നു ഹസനെ തിരിച്ചയക്കുന്ന ഒരു സംഭവമുണ്ട്. അലാ കുല്ലി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബിദ്അത്താണ്, അത് കഷ്ണത്തെയാണ് അറിയിക്കുന്നത്, ഒരു ഭാഗം, ഒരു പാർട്സ്, ഒരു കഷ്ണം എന്നുള്ളതിനെ അറിയിക്കുന്നത്. അതിനാണ് ഈ ബിദ്അത്ത് വന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിത്അത്തു മിനൽ മാൽ എന്നാണ്, ഖിത്അത്തു മിനൽ മാൽ, സ്വത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഇവർ കനാൻ ദേശത്ത് നിന്ന് അവിടെ അവരുടെ സ്വത്തുക്കൾ, അതിൻ്റെ ഒരു ഭാഗം എന്താണ്, തോലുകൾ, ചെരുപ്പുകൾ, ഇതൊക്കെയാണ്. അതൊക്കെ ആയിട്ടാണ് അവർ വന്നത്. എന്തിന്? ഇവിടുന്ന് ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുപോകാൻ. കച്ചവടത്തിൽ ഈ അൽ മുഖായമ എന്ന് പറയും. എന്താ മുഖായമ? ഇങ്ങനെ കേട്ടില്ല? കച്ചവടത്തിൽ മുഖായമ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങാണ്, പൈസ കൊടുത്തിട്ട് അരി വാങ്ങാണ്, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് സെമൻ തുക വില കൊടുത്തിട്ട് സാധനം വാങ്ങുമ്പോൾ അതിനാണ് ബൈഅ എന്ന് പറയാം, ബൈഅ കച്ചവടം. എന്നാൽ ചരക്ക് കൊടുത്തിട്ട് ചരക്ക് വാങ്ങുമ്പോൾ ഇവിടെ കണ്ട, ഇവിടെ തോലും ചെരുപ്പും കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, അരി വാങ്ങണത്, അല്ലെങ്കിൽ ഈജിപ്തിൽ ഗോതമ്പ് വാങ്ങണത്. അപ്പോൾ ഇവിടെ എന്താ, പൈസ കൊടുക്കണത് അല്ല. പിന്നെ ഇത് തബാദുലുൽ ഐൻ ബിൽ ഐൻ എന്ന് പറയും, അല്ലെങ്കിൽ തബാദുലു സിൽഅത ബിസിലാൻ, സിലാത്തി ബിസില, ചരക്കിന് പകരം ചരക്കാണ് വാങ്ങുന്നത്. ഇങ്ങനെ ഇടപാട് നടത്തുന്നതിനാണ് മുഖായമ എന്ന് പറയാം. മനസ്സിലായോ? അത് ബൈ അല്ല, ഇതിന് വേറെ നിയമങ്ങളാണ്. ബൈഇൻ്റെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് കുറച്ച് നിയമങ്ങളുണ്ട്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ നിസ്ലാസ്ത്രമാ തങ്ങൾ ഒരു വ്യക്തിനോട് പറയുന്നുണ്ട്, ഇന്നി ഉഖായിദുക എന്ന് പറയുന്നുണ്ട്. ഉഖായിദുക, ഞാൻ നിന്നോട് മുഖായമ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിമായ ഒരു മനുഷ്യനാണ്. ബദർ യുദ്ധത്തെ തുടർന്നാണ് നടക്കുന്നത്. ആ മുസ്ലിമായ വ്യക്തി എന്ന് പറയുന്നത് യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്, എൻ്റെ അടുക്കൽ ഖർഹ എന്ന് പറയുന്ന ഒരു കുതിരൻ്റെ കുട്ടിയുണ്ട്, ആ കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്, നിങ്ങളത് സ്വീകരിക്കണം എന്ന് പറയണം. ഒരു കുതിരക്കുട്ടിയെ, ആൺകുതിരയെ കൊടുക്കുകയാണ്.
അയാളുടെ കറഹ എന്ന പേരുള്ള ഒട്ടകത്തിന് കുട്ടിനെ കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയാണ്, അങ്ങനെ അയാൾ കൊടുത്തപ്പോൾ ഞാൻ നിങ്ങളോട് ഇൻഷിഇതാൻ ഉഖായിദക, നിങ്ങൾ മുഖായിമ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ബദറിൽ കിട്ടിയ നല്ല വാളുകളുണ്ട്, മുഖ്താറ എന്ന് പറയും. ആ മുഖ്താറയുമായിട്ട് ഞാൻ നിങ്ങളോട് മുഖായവ നടത്താം എന്ന് പറയുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ആ ആണൊട്ടകത്തെ ഞാൻ എടുക്കാം, പക്ഷെ എന്തിനു പകരമായിട്ട് വാളുകൾ അതിൻ്റെ തുകയായിട്ട് തന്നിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളത് തിരസ്കരിക്കുന്നുണ്ട്. ഒരു ഹുറത്തിനെ തന്നാലും ഞാൻ അതിന് പകരം വാങ്ങില്ല എന്ന് പറയുന്നുണ്ട്. ഹുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ലക്ഷണത്തെ കുതിരക്കാണ് പറയുന്നത്. അങ്ങനെ സംഭവമുണ്ട്. സംഭവത്തിൻ്റെ സനത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ മുഖായലൊക്കെ തെളിവായിട്ട് അത് പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. ഏതായാലും ഈ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഏർപ്പാടിനാണ് എന്ത് പറയാം? മുഖായല എന്ന് പറയാം. കാശ് കൊടുത്ത് സാധനം വാങ്ങുന്നതിനാണ് ബൈ എന്ന് പറയാം. ഫിഖ്ഹിൽ ഇതും ഈ അൽ മുഖായല ഒരു വിഷയമാണ്, ബൈ വേറൊരു വിഷയമാണ്. ഇതിന് അതിൻ്റെതായ കുറേ നിയമങ്ങളുണ്ട്, പിന്നെ ബൈന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ഇവിടെ മുഖായലയാണ്, ഇടപാടെന്താണ്? ഇവിടെ മുഖായലയാണ്. അതുകൊണ്ടാണ് പിന്നെ പണ്ഡിതന്മാർ ഈ ആയത്താണ് തെളിവ് പിടിക്കുക ഈ മുഖായലക്ക്. ഇവിടെ കനാൻ ദേശത്ത് നിന്ന് ചെരുപ്പുകളും തോലുകളും മറ്റും കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് പകരം ഭക്ഷ്യവസ്തുക്കളെ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ മുഖായബയിൽ കൊണ്ടുവന്ന ചരക്കുകൾ അത് അവരുടെ റിഹാലിൽ നിശ്ചയിക്കാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭൃത്യരോട് കൽപ്പിച്ചു, അല്ലെങ്കിൽ തൻ്റെ സേവകരോട് കൽപ്പിച്ചു. ഇജാലു ബിദാഅതഹും ഫീ റിഹാലിഹിം ലഅല്ലഹും യഅരിഫൂനഹാ ഇദാ ഖലബൂ ഇലാ അഹ്ലിഹിം. ലഅല്ലഹും യഅരിഫൂനഹാ, അവർ അതിനെ തിരിച്ചറിഞ്ഞേക്കും. ലഅല്ലഹും അവർ ആയേക്കും, യഅരിഫൂനഹാ അതിനെ തിരിച്ചറിയുന്നവർ, ഈ ബിദാഅത്തിനെ തിരിച്ചറിയുന്നവർ. എപ്പോൾ? ഇദൻഖലബു പറഞ്ഞാൽ ഇദാ റജഉ ഇൻഖലബു ഇല അഹ്ലിഹിം, അവരുടെ കുടുംബത്തിലേക്ക് അവർ മടങ്ങി ചെന്നാൽ അവർക്കത് തിരിച്ചറിയാൻ സാധിച്ചേക്കും. ഇവിടെ ലഅല്ലഹു എന്നുള്ളത് ലിത്തറജിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിയാൽ, ഇലാ അഹ്ലിഹിം അവരുടെ കുടുംബത്തിലേക്ക്, ഇദൻഖലബു അവർ മടങ്ങിയാൽ, ലഅല്ലഹും യഅരിഫൂനഹാ അതിനെ അവർ തിരിച്ചറിഞ്ഞേക്കും. ഹാ എന്ന് പറഞ്ഞെങ്കിൽ ബിദാഅതഹും അവരുടെ ബിദാഅത്ത്, അവരുടെ ചരക്കുകളെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചേക്കും. അതുകൊണ്ട് അവരുടെ ഹാൽ നിങ്ങൾ അതിനെ വെക്കുക എന്ന് പറഞ്ഞു. എന്തിനാണ് ഇത് വെക്കാൻ പറഞ്ഞത്? ലഅല്ലഹും യർജിഊൻ, എന്തിനാ? അവർ മടങ്ങി വരാൻ വേണ്ടി. അതാണ് ലഅല്ല. ഇവിടെ ലഅല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ താലീലിന്, ഇവിടെ ആയേക്കാം എന്ന തറജിക്കാണ്. ഇവിടെ ലഅല്ല എന്നുള്ളത് താലീലിന് വേണ്ടി, അവർ മടങ്ങി വരുന്നതിന് വേണ്ടി. ലഅല്ലഹും യർജിഊൻ എന്ന് പറഞ്ഞാൽ അവർ മടങ്ങും. ലഅല്ലഹും യർജിഊൻ അവർ മടങ്ങി വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറയണം. അവർ മടങ്ങി വരാൻ പറഞ്ഞാൽ ഈ സഹോദരങ്ങൾ എവിടേക്ക് മടങ്ങി വരാൻ? ഈജിപ്തിലേക്ക്. എങ്ങനെ മടങ്ങി വരാൻ? സഹോദരൻ ബിന്യാമീനെയും കൂട്ടിയിട്ട് അവർ മടങ്ങി വരുന്നതിന് വേണ്ടി ഇജാലു ബിദാഅതഹും ഫീ റിഹാലിഹിം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഫലമ്മാ റജഉ ഇലാ അബീഹിം ഖാലു യാ അബാനാ മുനിഅ മിന്നൽ കൈൽ ഫഅർസിൽ മഅനാ അഖാനാ നക്തൽ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഫലമ്മാ റജഉ ഇലാ അബീഹിം, ഫലമ്മാ റജഉ ഇവർ മടങ്ങിയപ്പോൾ, എവിടേക്ക് മടങ്ങിയപ്പോൾ? ഇലാ അബീഹിം അവരുടെ പിതാവിലേക്ക്. അവരുടെ പിതാവ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് അവർ മടങ്ങിയപ്പോൾ, ഈജിപ്തിൽ നിന്ന്, മിസ്റിൽ നിന്ന് കനാനിലേക്ക് ഈ സഹോദരങ്ങൾ തങ്ങളുടെ ഉപ്പ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് മടങ്ങിയപ്പോൾ അവരുടെ ആദ്യത്തെ വിഷയം, വാപ്പ യാത്ര ഉഷാറായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയ സാധനം കിട്ടി എന്നല്ല അവരുടെ വിഷയം. എന്താ? ആ യാത്രയിൽ ഉടനീളം അവരുടെ ചിന്ത എന്താ? അവരുടെ ചിന്ത ബിന്യാമീൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. വാപ്പാൻ്റെ അടുത്ത് അടർത്തിയിട്ട് എങ്ങനെ ഇനി കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ചിന്ത. കാരണം എന്താ? അവർക്കറിയാം ഇനി ബിന്യാമീനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തേക്കാരം വാപ്പാൻ്റെ പ്രതികരണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫലമ്മാ റജഉ ഇലാ അബീഹിം തങ്ങളുടെ ഉപ്പയിലേക്ക് അവർ മടങ്ങിയപ്പോൾ ഖാലു അവർ പറഞ്ഞു, യാ അബാന. ഇതുണ്ടോ, ഇതിപ്പോൾ കിഴിയും പാണ്ടൊന്നും തുറന്നിട്ടില്ല, എത്തിയിട്ടുള്ളൂ. ഇനി തുറക്കണമൊക്കെ ഇനി വരുന്നതാണ്. അടുത്ത ആയത്തിൽ പറയും. അവരവരുടെ വിവാഹത്ത് തുറന്നപ്പോൾ പിന്നെ ബാപ്പാനോട് പറയുന്നത് നമ്മൾ കൊണ്ടുപോയതൊക്കെ ഇങ്ങോട്ട് തന്നെ കിട്ടിയിരുന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
അപ്പോൾ തുറന്നില്ല. തിരിച്ചെത്തിയേക്കിന് തന്നെ അവർക്ക് പറയാനുള്ളതാണ്. ഖാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവ്, യാ അബാന മുനിയ മിന്നൽ കൈൽ, എന്താ മുനിയ മിന്ന, ഞങ്ങളിൽ നിന്ന് തടയപ്പെട്ടു. അൽ കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അൽ മക്കീൽ, അളന്ന് വാങ്ങേണ്ട ഭക്ഷ്യ സാധനങ്ങളാണ് ഉദ്ദേശം. കെയിൽ ഞങ്ങളെ തൊട്ട് തടയപ്പെട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് നമ്മൾ അടുത്ത തവണ ഇനി നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യ വസ്തുക്കൾ അത് ഞങ്ങളെ തൊട്ട് തടയപ്പെട്ടിരിക്കുന്നു. ഫഅർസിൽ മഅന അഖാന നക്തൽ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതിനാൽ ഇത് ഫൗൽ ഫസീഹാണ്. ഫൗൽ ഫസീഹ കൊണ്ടുവന്നത് എന്തിനാണ് കയ്യിൽ തടഞ്ഞത്, ഇനി ആ കയ്യിൽ കിട്ടാൻ എന്താണ് വേണ്ടത്, ഈ മിസ്റിലെ ആള് എന്താണ് പറഞ്ഞത്, ഇതൊക്കെ അവിടെ ഉദ്ദേശം. ഞങ്ങളോട് ഇനി അടുത്ത വരവിൽ സഹോദരനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അർസിൽ മാന, ഞങ്ങളുടെ കൂടെ താങ്കൾ അയക്കണം. അർസിൽ മാന, ഞങ്ങളോടൊന്നിച്ച് താങ്കൾ അയക്കണം. അഹാന, ഞങ്ങളുടെ സഹോദരന്. നക്തൽ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. എന്താ നക്തൽ എന്നുള്ളത് ഇക്താലയിൽ നിന്നാണ്. എന്താ ഇക്താല ലഹുണ്ട്, ഇക്താല അലുണ്ട്. ഇക്താല എന്ന് പറഞ്ഞാൽ അളന്നു എന്നാണ്, ലഹു എന്ന് പറഞ്ഞാൽ അളന്നു കൊടുത്തു. ഇക്താല അലൈഹി എന്ന് പറഞ്ഞാൽ എന്താ, അളന്ന് വാങ്ങി. എങ്ങനെ ആയത്ത്, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. ഇക്താലു അലന്നാസ്, ജനങ്ങളിൽ നിന്ന് അളന്നു വാങ്ങിയാൽ, ഇക്താല അല, അളന്നു വാങ്ങിയാൽ യസ്തൗഫൂൻ, പൂർണ്ണമായിട്ട് അളന്നു വാങ്ങും. വഇദാ കാലൂഹും ഔ വസനുഹും യുഖ്സിറൂൻ എന്നല്ലേ. അവിടെ ഇക്താല ലഹു ആകുമ്പോൾ അളന്നു കൊടുക്കലാണ്, അളന്നു കൊടുക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇക്താല അല അല്ലെങ്കിൽ ഇക്താല മിൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അളന്ന് വാങ്ങുന്നതിനെ പറയാം. അപ്പോൾ ഇവിടെ ഇതാണ് ഈ നക്തൽ, ഞങ്ങൾക്ക് അളന്നു വാങ്ങാം, അളന്നെടുക്കാം, അളന്നു കൊണ്ടുവരാം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. നക്തൽ, അർസിൽ മഅന നക്തൽ. ഈ അർസിൽ എന്നതിൻ്റെ ജവാബാണ് നക്തൽ. ഞങ്ങളുടെ കൂടെ സഹോദരനെ അയച്ചു തരണം, താങ്കൾ ഞങ്ങളുടെ കൂടെ സഹോദരനെ അയച്ചു തരികയാണ് എങ്കിൽ നക്തൽ എന്താ, ഞങ്ങൾക്ക് അളന്ന് വാങ്ങാം. എന്താ അളന്ന് വാങ്ങണത്? നക്തൽ മീറ. ഈ മീറ എന്ന് പറഞ്ഞെങ്കിൽ ഭക്ഷ്യസാധനങ്ങൾ ഞങ്ങൾക്ക് അളന്നു വാങ്ങാൻ സാധിക്കും. വ ഇന്നാ ലഹു ലഹാഫിദൂൻ. എന്താ, വ ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ലഹു ലഹാഫിദൂൻ ലഹു എന്നാണ്. ലഹു ലി ബിനിയാമിൻ, സഹോദരനെ, ലഹാഫിദൂൻ എന്നാണ് എന്താ, ഞങ്ങൾ സംരക്ഷിക്കുന്നവർ തന്നെയാകുന്നു. ഇവിടെ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് പറയുന്നത് എന്താ, ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളുടെ കൂടെ ഒരു, വ ഇന്നാ ലഹു, തീർച്ചയായും ഞങ്ങൾ, ലഹാഫിദൂൻ, സംരക്ഷിക്കുന്നവർ തന്നെയാകുന്നു. ലഹു എന്ന് പറഞ്ഞാൽ ഈ സഹോദരനെ എന്നവർ പറഞ്ഞു. വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്നുള്ളതുണ്ടല്ലോ, അവർ മുമ്പ് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അർസിൽഹു മഅനാ ഗദൻ യൽഅബ് വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അത് ആരുടെ വിഷയത്തിലാണ്? യൂസുഫിൻ്റെ വിഷയത്തിൽ. പണ്ട് യൂസുഫിനെ കണ്ടുകൊണ്ട് ഇടാൻ വേണ്ടി ബാപ്പാനെ പറഞ്ഞു പറ്റിച്ചില്ലേ, അത് ഈ പ്രയോഗം നടത്തിയിട്ടാണ്. വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതേ പ്രയോഗം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. അത് അവരെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ച. അതുകൊണ്ടാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി ഇതിനനുസരിച്ചാണ് വരുന്നത്. ഖാല ഹൽ ആമുനുക്കും അലൈഹി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ ഈ പ്രയോഗം. ഏതായാലും ഫലമ്മ റജഉ ഇലാ അബീഹിം ഖാലു യാ അബാനാ മുനിഅ മിന്നൽ കൈൽ ഫഅർസിൽഹു മഅനാ അഖാനാ നക്തൽ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിഷയങ്ങൾ ഇനി അടുത്ത ആയത്തിൽ വേറെ വരും. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണം, അതിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ ചില മസലകൾ മനസ്സിലാക്കാം. ബിഇദ്നില്ലാ. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV
യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.